കാണാനില്ലെന്ന് ഒന്നും വിചാരിച്ചിരുന്നില്ല. ചുമ്മാ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാം, കരയുന്നുണ്ട്, ഭയങ്കര കരയുന്നല്ല, അങ്ങനെ ഗ്ലൂമി ഫേസ് ആയിരുന്നു. അപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിരിക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ്, അല്ലാതെ വിചാരിച്ചിട്ടില്ല ഈ കുട്ടി കാണാനില്ലെന്നോ. അറിയുന്നത് തന്നെ 3 മണിക്കാണ്, അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കണ്ടെത്തുന്നതിൽ ഏറ്റവും അധികം നിർണായകമായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയായിട്ടുള്ള ബബിത എടുത്ത ഒരു ചിത്രമാണ്. ആ ഒരു ചിത്രം പുറത്തു വന്നതോടുകൂടിയാണ് യാതൊരു തുമ്പുമില്ലാതെ ഈ കുട്ടിയെ തിരഞ്ഞ പോലീസിന് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത്. ആ ബബിത എടുത്ത ഫോട്ടോയാണ് ആ കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഏറ്റവും നിർണായകമായത്. ആ ഫോട്ടോ എടുത്ത ബബിത ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. ബബിത, ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബബിത ചെയ്തതേ വലിയൊരു രക്ഷാപ്രവർത്തനമാണ്. അത് അങ്ങനെയാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇപ്പോൾ തോന്നുന്നു. ചെറിയൊരു കാര്യം ചെയ്തു, ഇത്രയും ഇതായെന്ന് ഒട്ടും വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വളരെ സന്തോഷം, കുഞ്ഞിനെ കിട്ടിയതിനെല്ലാം വളരെ സന്തോഷം. നമ്മൾ ഏതാണ്ട് ഇതിനു മുമ്പും പല ദുരന്ത സമയങ്ങളിലും മലയാളി ഒരുമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മലയാളിയുടേതായ ഒരു സ്പർശമുണ്ട്. അതിനകത്ത് ഈ കാര്യത്തിനകത്ത് ഏറ്റവും ആദ്യം ആ ഒരു സ്പർശം ഉണ്ടായത് ബബിതയുടെ ഭാഗത്ത് നിന്നാണ്. എങ്ങനെയാണ് ആ കുട്ടിയുടെ ഫോട്ടോ എടുക്കണം എന്നെനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തേക്കാമെന്ന് തോന്നാനുണ്ടായ ആ ഒരു സാഹചര്യം എന്താണ്? സത്യത്തിൽ വെറുതെ എടുത്തിരുന്നതാണ്. ഒരിക്കലും വിചാരിച്ചില്ല കുട്ടി ഒറ്റയ്ക്കാണെന്നോ, അല്ലെങ്കിൽ കുട്ടിയെ ആരുമില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്നതാണെന്നോ, കാണാനില്ലെന്നോ ഒന്നും വിചാരിച്ചിരുന്നില്ല. ചുമ്മാ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാം, കരയുന്നുണ്ട്, ഭയങ്കര കരയുന്നല്ല, അങ്ങനെ ഗ്ലൂമി ഫേസ് ആയിരുന്നു. അപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിരിക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ്, അല്ലാതെ വിചാരിച്ചിട്ടില്ല ഈ കുട്ടി കാണാനില്ലെന്നോ. അറിയുന്നത് തന്നെ 3 മണിക്കാണ്, അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അധികൃതരെയൊക്കെ. ഇപ്പോൾ ബബിത എന്തായാലും വാർത്തയെ കാണുന്നയാളാണ്, അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു അസ്വാഭാവികത തോന്നിയത്, അതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്നു. നമുക്കൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ ഫോട്ടോ എടുക്കാൻ നമ്മളൊന്ന് മടിക്കും. അത് കുഞ്ഞു കുട്ടികളായാലും പ്രത്യേകിച്ച് അന്യ സംസ്ഥാനം മറ്റു പുറത്തുനിന്നുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ തോന്നിയുള്ള ചോദ്യം ഉത്തരവാണ് പറഞ്ഞത്. പക്ഷേ ആ കുട്ടിയുടെ അപ്പോഴത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ബബിത? കുട്ടി കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു, ഒരു പേടി തോന്നിയില്ല. എന്നും സ്ഥിരം വന്ന് പോകാറുള്ളത് പോലെയാണ് എനിക്കും തോന്നിയത്. പിന്നെ എന്താണ്, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യം അങ്ങനെ വെറുതെ എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് പറഞ്ഞ് എപ്പോഴെന്തോ എനിക്ക് മനസ്സിലങ്ങനെ തോന്നി, പെട്ടെന്ന് എടുത്തു. അതിങ്ങനെ പ്രയോജനം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്ന കാര്യമല്ല. അങ്ങനെ ഫോട്ടോ എടുക്കുക. ട്രെയിനിൽ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാസമായതേ ഉള്ളൂ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഇങ്ങനത്തെ കുട്ടികളുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ട്രെയിനിൽ കയറിയിട്ട് കൂടിയില്ല, ഒരു മാസമായതേ ഉള്ളൂ. അപ്പോഴും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോഴും അവർ ചെയ്തത് നല്ല കാര്യമെന്നാണ് പറയുന്നത്. ഈ ഫോട്ടോ എടുത്തത് ആദ്യമായിട്ടായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. നിരന്തരം ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നല്ല കാഴ്ച കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്ന എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുന്ന ആളാണോ? എടുക്കുന്ന ആളാണ്. അതാണ് ഇപ്പോൾ കേരളത്തിന്റെ വലിയൊരു, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ കണ്ട ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറിയതല്ലേ? ആയിരിക്കും. തന്നെ ഭയങ്കര ഒരു അത്ഭുതമാണോ തോന്നുന്നത്? ഇപ്പോൾ ഇത് എൻ്റെ മാത്രം പ്രവർത്തനം കണ്ടല്ലല്ലോ, പോലീസും മാധ്യമങ്ങളും എല്ലാവരും ശ്രമിച്ചത് കൊണ്ടാണ്. അല്ലാതെ എൻ്റെ മാത്രം കഴിവായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു ഫോട്ടോ അത്രേ ഉള്ളൂ. അതിന് വലിയൊരു കാര്യമായിട്ടൊന്നും ഇപ്പോൾ തോന്നുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുന്നില്ല, വലിയ കാര്യം തോന്നുന്നില്ല എനിക്ക്. അല്ലാതെ അങ്ങനെ ഒട്ടും അങ്ങനെ കാണാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ബബിത എടുത്തൊരു ഫോട്ടോ, അത് നിസ്സാര ഫോട്ടോ അല്ല. ആ ഒരു കുഞ്ഞിനെ തേടി ആ ഒരു നാടാകെ ഒറ്റക്കെട്ടായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ബബിത എടുത്ത ഫോട്ടോ അതാണ് ഏറ്റവും നിർണായകമായത്. അതിനെ വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ല. കേരള സമൂഹം ഒരുപക്ഷെ മനസ്സുകൊണ്ടെങ്കിലും ബബിതയോട് നന്ദി പറയുന്നുണ്ടാവും. ആയിരിക്കും. എനിക്കിങ്ങനത്തെ മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എല്ലാവരും ചെയ്തതുകൊണ്ടാണല്ലോ, ഞാൻ മാത്രം വന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരുടെയും പരിശ്രമത്തോടുകൂടെയൊക്കെ തന്നെയാണ് എനിക്കിതിൽ പങ്കാളിയാവാൻ പറ്റിയതിൽ സന്തോഷം. ഇതിപ്പോൾ ഇതിനൊക്കെ ശേഷം ഇപ്പോൾ കുട്ടിയെ കിട്ടി, ബബിത എടുത്ത ഫോട്ടോയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഇത്തരം വിവരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന്, വീട്ടുകാരുടെ ഭാഗത്തു നിന്ന്, ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായ റിയാക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഒരുപാട് കോൾ വന്നു ഫോണിൽ. ഇതുവരെ എൻ്റെ ഫോണിൽ വിളിക്കാത്തവരൊക്കെ ഒരുപാട് പേര് കോൾ വന്നു. വളരെ സന്തോഷം. എനിക്ക് പറയാൻ അറിയത്തില്ല, അങ്ങനെ ഭയങ്കര സന്തോഷം, അത്രേ ഉള്ളൂ. കുഞ്ഞിനെ കിട്ടിയതിൽ തന്നെ ഇന്നലെ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു, ഇങ്ങനെ കിട്ടിയാൽ മതി എന്നായിരുന്നു. കിട്ടിയതിൽ വളരെ സന്തോഷം. ഇന്നലത്തെ നമ്മൾ ആ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ കൈ വെച്ചിട്ട് സല്യൂട്ട് എന്ന് പറയുന്നുണ്ട്. കേരള സമൂഹത്തിന് ഒന്നടങ്കമാണ് സല്യൂട്ട് പറയുന്നത്. ആ സല്യൂട്ടിന് അർഹയാണ് ബബിതയും. ഇതാണ് സന്തോഷം. മറ്റൊരു കാര്യം, ഈ ഫോട്ടോ എടുത്തതിന് ശേഷം വാർത്ത ഇങ്ങനെ അറിയുന്നു, അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തോന്നി. അതിനുശേഷം ഇത് ആരെയാണ് ആദ്യം അറിയിക്കുന്നത്? ഞാനിപ്പോൾ 3 മണിക്ക് അങ്ങനെ ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ന്യൂസ് ഒന്ന് കാണാമെന്ന് കരുതി ന്യൂസിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു. കഴക്കൂട്ടം ACP ആണെന്ന് തോന്നുന്നു, എന്നെ തിരിച്ച് വിളിച്ചിട്ട് ഫോട്ടോ ഒന്ന് പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അയച്ചു കൊടുത്തപ്പോൾ പാരൻറ്റോട് കാണിച്ചു കൊടുത്തപ്പോൾ സിമിലർ ആണ്, കുട്ടി രണ്ടുപേരും ഒന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്നെ വിളിക്കുകയായിരുന്നു രാവിലെ തന്നെ. എവിടെ നിന്നാണ് കയറി, എത്ര മണിക്ക് ഇറങ്ങി, കുട്ടീനെ പിന്നെ കണ്ടോ, അങ്ങനെ ഒരുപാട് എല്ലാം ചോദിച്ചറിയുകയായിരുന്നു. പിന്നീടാണ് മനസ്സിലായി ഈ കുട്ടി തന്നെയാണെന്നും കാണാനില്ല എന്നും. ഏത് സമയത്താണ് ഫോട്ടോ എടുത്തത്? ഞാൻ എടുത്തത് ഫോട്ടോ എടുത്ത കറക്റ്റ് അറിയണ്ട. ഞാൻ ട്രെയിന് വന്നപ്പോൾ
1 മണിയായി. ഞാൻ 1:30 നെയ്റ്റിങ്ങിൽ ഇറങ്ങുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഞാൻ എടുത്തത്. ഉച്ചയ്ക്ക് 1:30-ക്കും 1 മണിക്കും 1:30-ക്കും ഇടയ്ക്ക് ട്രെയിനിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം രാത്രി 3 മണിയായപ്പം നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. എന്നല്ലേ അങ്ങനെയാണോ രാത്രി ഉറക്കത്തിൽ എഴുന്നേക്കുന്നത്? എണീറ്റ് നോക്കിയപ്പോൾ ഭയങ്കര കാറ്റൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ കേരളത്തിൽ, അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ വാർത്ത വെച്ച് അറിയുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത് ഒരു വലിയൊരു ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വലിയൊരു രക്ഷാപ്രവർത്തനം. ഇതിപ്പോൾ പലതരത്തിലുണ്ട് രക്ഷാപ്രവർത്തനം. നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടു, മറ്റു പല അപകടങ്ങൾ നടക്കുമ്പോൾ ആളുകൾ ഫിസിക്കലി ഇറങ്ങിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താറുണ്ട്. അതുപോലെ ഫിസിക്കലി അല്ലെങ്കിൽ പോലും മറ്റൊരു തരത്തിലുള്ള വലിയ രക്ഷാപ്രവർത്തനത്തിന് തുമ്പ് കൊടുത്തത് ബബിതയാണ്. ഒരു അഭിമാനം തോന്നുന്നുണ്ട്. അതിൽ പങ്കാളികളാൻ പറ്റിയല്ലോ. ഇത് ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ന്യൂസൊക്കെ വരുമെന്നോ, അങ്ങനെ ഒട്ടും വിചാരിച്ചില്ല. സന്തോഷം, വളരെ സന്തോഷം. കേരളത്തിന്റെ ഒരു വലിയൊരു ഹീറോ ആയി കൂടി മാറിയിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, സന്തോഷം. സന്തോഷം എന്നതിനപ്പുറത്തേക്ക് ബബിതയ്ക്ക് ഈ ഒരു നിമിഷത്തിൽ മറ്റൊന്നും പറയാനില്ല. കാരണം കേരളത്തിൻ്റെ തന്നെ വലിയൊരു ആവശ്യമായിരുന്ന, കേരളം തന്നെ ഒന്നടങ്കം തിരഞ്ഞ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി തിരഞ്ഞതിനകത്ത് ഏറ്റവും നിർണായകമായ കാര്യം ബബിത എടുത്ത ഫോട്ടോയാണ്. ആ കുട്ടിയുടെ അപ്പോഴത്തെ സാഹചര്യം കണ്ട് ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് ബബിത പറയുന്നത്. ആ ഫോട്ടോയാണ് ആ കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഏറ്റവും അധികം നിർണായകമായത്. തിരുവനന്തപുരത്ത് നിന്ന് എസ് സനോഷിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.